ഇത് ഞാൻ എടുക്കുന്നതേ നമ്മള് വലുതായിട്ടും ചിലവർക്ക് LCM എന്താണെന്നോ GCD എന്താണെന്നോ അറിയില്ല. LCM എടുക്കാൻ അറിയില്ല, GCD എടുക്കാൻ അറിയില്ല, അങ്ങനെയുള്ള കുറെ പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് എടുക്കുന്നത്. LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, GCD എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. അപ്പം ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, കോമൺ ആയിട്ട് നമുക്ക് കുറച്ച് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ആ നമ്പേഴ്സിനെ കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പേഴ്സിനാണ് നമ്മൾ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. അതുപോലെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസറിനെയാണ് നമ്മൾ GCD എന്ന് വിളിക്കുക. അപ്പം LCMഉം GCDയും കണ്ടുപിടിക്കാൻ അറിയാത്തവർക്ക് ഞാനൊരു എക്സാമ്പിൾ വഴി പറഞ്ഞു തരാം. ഓക്കെ, ഇപ്പൊ നമ്മൾ 3 നമ്പേഴ്സ് എടുക്കുകയാണ്. 25, 30, 35. ഇത് നമ്മൾ ഫാക്ടറൈസ് ചെയ്യാം. ഇപ്പൊ 25, 30, 35 3 നമ്പേഴ്സിനെ കോമൺ ആയിട്ട് ആര് ഡിവൈഡ് ചെയ്യും? 5 ഡിവൈഡ് ചെയ്യും. പ്രൈം ഫാക്ടറൈസേഷൻ ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഇത് ഫോക്കസ് ചെയ്യുക. അപ്പൊ 5 ഒരു പ്രൈം നമ്പർ ആണ്. 5 ഈ 3 നമ്പേഴ്സിനെയും ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ 25ല് 5 ഹൗ മെനി ടൈംസ്? 5 പ്രാവശ്യം. 30ല് 5 6 പ്രാവശ്യം. 35ല് 7 പ്രാവശ്യം. ഇനി നോക്കുക, 5, 6, 7 ഈ 3 പേരെയും ഒരേപോലെ ഡിവൈഡ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഇവിടം വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ ഇവിടുത്തെ LCM എന്ന് പറയുന്നത് എന്താണ്? LCM is equal to ഈ 5 into 5 into 6 into 7 ആണ് LCM എന്ന് പറയുന്നത്. ഈ GCD എന്താ? ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. അതെന്ന് പറയുന്നത് 5 മാത്രമേ ഇവരെ 3 പേരെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ GCD എന്താണ്? 5 ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കാണുന്നത്? LCMഉം GCDയും കാണുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. വേറൊരു എക്സാമ്പിള് 12, 16, 20 3 പേരിലും കോമൺ ആയിട്ട് 2 പോകും. 12ല് 2 6 പ്രാവശ്യം, 16ല് 2 8 പ്രാവശ്യം, 20ല് 2 10 പ്രാവശ്യം. ഇനിയും ഈ 3 പേരിലും കോമൺ ആയിട്ട് 2 പോകും. 6ല് 3 പ്രാവശ്യം, 8ല് 4 പ്രാവശ്യം, 10ല് 5 പ്രാവശ്യം. ഇനി ഇവരിൽ ആരും കോമൺ ആയിട്ട് പോവില്ല. അപ്പൊ ഇവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ LCM എന്ത് വരും? LCM എന്ന് പറയുന്നത് 2 into 2 into 3 into 4 into 5. ആൻഡ് GCD എന്ന് പറയുന്നത് എന്താ? 2 into 2. ഇവിടെ നമ്മൾ എഴുതുന്നത് മാത്രം ആണ് GCD ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇവിടെ എഴുതുന്നതും ദെൻ ലാസ്റ്റ് വരുന്നതും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് LCM ആയിട്ട് എടുക്കും. ഓക്കെ, ഇങ്ങനെയാണ് LCMഉം GCDയും കാണുന്നത്.